മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. ജീവിതകാലം മുഴുവൻ നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ നല്ല ആരോഗ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ ഒരിക്കലും പരിശ്രമിക്കാറുമില്ല എന്നുള്ളത് വലിയൊരു വസ്തുതയായിട്ട് തന്നെ നിലനിൽക്കുന്നു. ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സമ്പാദ്യങ്ങളുണ്ട്. പണം നമുക്ക് സമ്പാദിക്കാം, നല്ല വിദ്യാഭ്യാസം സമ്പാദിക്കാം, പേരും പ്രശസ്തിയും സമ്പാദിക്കാം, ഈ ലോകത്തിൻ്റെ അറിവുകൾ നമുക്ക് സമ്പാദിക്കാം. അങ്ങനെ സമ്പാദിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് നമ്മുടെ ജീവിതത്തിൽ. എന്നാൽ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമ്പാദ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ലളിതമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം നല്ല ആരോഗ്യം നേടുക, നല്ല ആരോഗ്യം സമ്പാദിക്കുക എന്നത് തന്നെയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരിക്കൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്ത ഒന്നാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് പ്രാധാന്യം അർഹിക്കുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ ഇന്നത്തെ യുവതി യുവാക്കളൊക്കെ നല്ല ആരോഗ്യത്തെക്കുറിച്ച് അത്ര ബോധവാന്മാരല്ല എന്നുള്ളതാണ് വസ്തുത. നല്ല ആരോഗ്യത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് അടുക്കും ചിട്ടയുമുള്ള ജീവിതശൈലിയും നല്ല ഭക്ഷണ ശീലങ്ങളുമാണ്. എന്നാൽ ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി പാലിക്കാത്തവരാണ് നമ്മളേറെയും. നമ്മളൊരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാറുള്ളത്? നമ്മുടെ നാവിന് ഏറ്റവും രുചി കിട്ടുന്നത് എന്താണോ അതാണ് നമ്മൾ വാങ്ങിച്ച് കഴിക്കാറുള്ളത്. അല്ലാതെ അതിൻ്റെ ഗുണം നോക്കിയിട്ടല്ല. നമ്മുടെ ശരീരത്തിന് എത്രത്തോളം ഗുണം നൽകുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് നല്ല ബോധ്യം നമുക്കുണ്ടാവണം. അതുപോലെ തന്നെ ശീലങ്ങളും വളരെ മോശമാണ് എന്നുള്ളതാണ്. രാവിലെ എഴുന്നേറ്റ് ഒരു ഇത്തിരി സമയം വ്യായാമം ചെയ്യണമെന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുന്ന എത്ര ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ ലോകത്തിൻ്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള കാഴ്ചകളിൽ ഒന്ന് എന്താണെന്നറിയോ? അത് നമ്മുടെ പ്രഭാതമാണ്. ഓരോ പൊൻപുലരിയുമാണ് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള കാഴ്ചകളിലൊന്ന്. കാരണം പൊട്ടിവിടരുന്ന സൂര്യനും അതുപോലെ തന്നെ പുൽനാമ്പുകളിൽ പറ്റിപ്പിടിച്ച മഞ്ഞുതുള്ളികളും പക്ഷികളുടെ കളകള ശബ്ദങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന പ്രഭാതത്തിലേക്ക് ഒന്ന് ഉണർന്നെഴുന്നേൽക്കുക എന്നത് ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു അനുഭവമാണ്. അതുപോലും ആസ്വദിക്കാൻ മടിയുള്ളവരാണ്. ഒന്ന് മൂടിപ്പുതച്ചുറങ്ങുന്നതാണ് ഏറ്റവും പരമമായ സുഖമെന്ന് വിശ്വസിച്ച് കഴിയുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലേറെയും. അപ്പോഴും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളപ്പെടുത്തൽ കൂടിയാണത്. കാരണം ഉറങ്ങിത്തെറുക്കാനുള്ളതല്ലല്ലോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ ഈ കുഞ്ഞു ജീവിതമാണ്, ചെറിയൊരു ജീവിതം, ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. വിശ്വാസ പ്രമാണങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ ഒരുപാട് ജീവിതങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അതൊക്കെ ഒരു വിശ്വാസവും സങ്കല്പവും മാത്രമാണ്. അതിലപ്പുറം നമുക്കുള്ളത് യാഥാർത്ഥ്യത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഒരൊറ്റ ജീവിതമേ നമുക്കുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ കുഞ്ഞു ജീവിതത്തിൽ ആ ജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് ജീവിതം നന്നായി ആസ്വദിക്കുക, ജീവിതം ആഘോഷിക്കുക എന്നതാണ്. അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് നമ്മളൊക്കെ തിരക്കാണ്. ജീവിതത്തിൻ്റെ തിരക്ക് പിടിച്ച ഓട്ട മത്സരത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. ഈ തിരക്ക് പിടിച്ച ഓട്ട മത്സരത്തിൽ മറന്നു പോകുന്ന ഒന്നാണ് ജീവിക്കാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ആരോഗ്യവും. നല്ല ആരോഗ്യത്തോടു കൂടി മരിക്കുന്നത് വരെ ജീവിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ സൗന്ദര്യം ജീവിതത്തിനുണ്ടാവില്ല, ഉറപ്പ്. കാരണം നമ്മളൊരു രോഗിയായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വരാറുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങൾ പലപ്പോഴും നമ്മൾ മാറ്റിവെക്കേണ്ടി വരാറുണ്ട്. നമുക്ക് പലപ്പോഴും മറ്റുള്ളവരുടെ സഹായങ്ങൾ ആവശ്യമായിട്ട് വരും. ഒരു യാത്ര പോകാൻ പോലും ഒരുപാട് ലിമിറ്റേഷൻസ് നമുക്കുണ്ടാകും. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം നല്ല ആരോഗ്യം നമുക്കില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കാനാവുക എന്നത് തന്നെയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പണമൊക്കെ നമുക്ക് ഒരുപാട് സമ്പാദിക്കാനൊക്കെ പറ്റും. അതൊക്കെ ഏത് സമയം വേണമെങ്കിലും നമുക്ക് സമ്പാദിക്കാം. പക്ഷേ അതുപോലെയല്ല ആരോഗ്യം എന്ന് പറയുന്നത്. നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം നമ്മൾ നേടിയെടുത്ത സമ്പാദ്യത്തിനോ നമ്മുടെ വിദ്യാഭ്യാസത്തിനോ തിരിച്ചു കൊണ്ടുവരാനാവില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞുനാൾ മുതലേ നമ്മൾ ആരോഗ്യത്തെക്കുറിച്ച് ബോധവാനാകണം. നമ്മുടെ ഇന്നത്തെ കുട്ടികളൊക്കെ വളരെ മോശം സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അച്ഛനമ്മമാർ ആരോഗ്യത്തെക്കുറിച്ച് ബോധവാന്മാരല്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. നമുക്കറിയാം, പണ്ടൊക്കെ ചക്കയും മാങ്ങയും ചേമ്പും കാമ്പും ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ബർഗറും ഐസ്ക്രീമും ചോക്ലേറ്റും നൂഡിൽസും ഒക്കെയാണ് നേരം വെളുക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം അവർക്ക് ലഭിക്കുന്നത് അതാണ്. അവരെയും നമ്മൾ പ്രേരിപ്പിക്കുന്നത് രുചിക്കൂട്ടുകളിലേക്കാണ്, അല്ലാതെ ഗുണനിലവാരങ്ങളിലേക്കല്ല എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ അവരോട് ചെയ്യുന്നത് ഒരു വലിയ തെറ്റുകൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയാറില്ല. അവരുടെ ആയുസ്സിൻ്റെ ദൂരമാണ് നമ്മൾ കുറക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മുടെ നാട്ടിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ മതി. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ വടിയും കുത്തി നടക്കുന്ന കുറേ അപ്പൂപ്പന്മാരെയും അമ്മൂമ്മമാരെയൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ.
പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിലൊന്ന് ഇറങ്ങി നോക്കിയേ, അങ്ങനെയുള്ള ആളുകളെ കാണാൻ പോലുമില്ല. അത് എന്തുകൊണ്ടാണ് എന്ന് എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ ആയുസിന്റെ ദൂരമൊക്കെ ഒരുപാട് കുറഞ്ഞു എന്നുള്ളതാണ്. പണ്ട് 60-ലും 70-ലും 80-ലും ഒക്കെ വന്നിരുന്ന ജീവിതശൈലി രോഗങ്ങളൊക്കെ, അതായത് ഈ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഇന്ന് 25-നും 30-നും 40-35 വയസ്സിനും ഇടയിലൊക്കെ ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൂടപ്പിറപ്പുകളായി വന്നു എന്നുള്ളതാണ് വസ്തുത. ഇതൊക്കെ ഉണ്ടാക്കുന്ന സങ്കീർണതകൾ വളരെ വലുതാണ്. നമുക്കൊരു ആരോഗ്യം നമ്മളെ നഷ്ടപ്പെട്ടതിന് ശേഷം ഉണ്ടാകുന്ന ഒരുപാട് മാനസികമായിട്ടുള്ള തളർച്ചകളും തകർച്ചകളും ഉണ്ട്. ശാരീരികമായിട്ടുള്ള തളർച്ചകൾ വേറെയുമുണ്ട്. തീർച്ചയായിട്ടും ജീവിതം സങ്കീർണതകളിലേക്ക് കടന്നു പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും ചിന്താഗതികളും നിലപാടുകളും ഒക്കെ നമ്മൾ മാറ്റി എഴുതേണ്ടതുണ്ട്. രുചിക്കൂട്ടുകളുടെ പിന്നാലെയല്ല, ഗുണനിലവാരത്തിലേക്ക് നമ്മുടെ ഭക്ഷണശീലങ്ങളെ കൊണ്ടെത്തിക്കുക. ഒരു ഇത്തിരി സമയം എല്ലാ ദിവസവും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുക. നല്ല ആരോഗ്യമുണ്ടെങ്കിൽ ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളെയും നേരിടാൻ നമ്മൾ പ്രാപ്തരായിരിക്കുമെന്ന് നമ്മൾ ഓർക്കണം. അതിലപ്പുറം രോഗിയായി നമ്മൾ ജീവിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.